ഫ്രൂട്ട് കസ്റ്റാർഡ് ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? മിക്കവാറും എല്ലാവർക്കും ഫ്രൂട്ട് കസ്റ്റാർഡ് ഇഷ്ടമായിരിക്കും അല്ലേ? പക്ഷേ നമ്മൾ അത് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ കസ്റ്റാർഡ് പൗഡർ മിക്ക വീടുകളിലും ആരും അങ്ങനെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യാറില്ല. നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഒട്ടും ചേർക്കാതെ തന്നെ നല്ല കിഡിലൻ ടേസ്റ്റിലുള്ള ഒരു നല്ല ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ റെസിപ്പി കാണാം കേട്ടോ ഇന്ന്. അത് മാത്രമല്ല, അത് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മളിതിൽ മധുരത്തിനായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. നമ്മൾ പഞ്ചസാരയോ ജാഗറിയോ വേറെ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സോ ഒന്നും നമ്മളിതിൽ ഉപയോഗിക്കുന്നില്ല. വളരെ ഹെൽത്തി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഫ്രൂട്ട് കസ്റ്റാർഡാണ് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാമേ. ഞാനൊരു 1/2 കപ്പ് ഇളം ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേർക്കാനായിട്ട് ഒരല്പം കുങ്കുമപ്പൂ എടുത്തിട്ടുണ്ട്. പിന്നെ ഡേറ്റ്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ അതിലേക്ക് മധുരത്തിന് വേണ്ടി ചേർക്കുന്നത്. പിന്നെ നട്ട്സ് നമ്മുടെ കയ്യിലുള്ളത് ചേർക്കാം. ഞാനിപ്പോൾ ബദാമും സൺഫ്ലവർ സീഡുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് കാഷ്യൂസും ബദാമും ഉള്ളതെങ്കിൽ അതെടുക്കാം. ഏത് നട്ട്സാണ് നിങ്ങളുടെ കയ്യിലുള്ളതോ ആ നട്ട്സ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ മെയിനായിട്ടും വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മഖാനാണ്. അത് ദേ ഈ ഇരിക്കുന്ന വെള്ള സാധനമാണ്. താമരയുടെ വിത്താണ് കേട്ടോ. അത് മിക്ക സൂപ്പർ മാർക്കറ്റുകളിലും കവറുകളിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഒരു ഫ്ലേവറിനായിട്ട് ഒരല്പം ഏലക്കാപ്പൊടി വേണം. പിന്നെ നമ്മുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് ഇപ്പോൾ സ്ട്രോബെറി ഉണ്ടായിരുന്നു, ആപ്പിൾ ഉണ്ടായിരുന്നു, മാതുളവും ഉണ്ടായിരുന്നു. ഇത് മൂന്നുമാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഈ കുങ്കുമപ്പൂ ഉപയോഗിക്കുമ്പോൾ ഒരു സീക്രട്ട് ടിപ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ ഏതിന് കുങ്കുമപ്പൂ ചേർക്കാൻ എടുത്തിരുന്നാലും ആ കുങ്കുമപ്പൂ അങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്താൽ അതിലുള്ള കളറ് മൊത്തം നമുക്ക് ഇറങ്ങി കിട്ടില്ല. അതിന് പകരം ഇതുപോലൊരു ചെറിയ കല്ലിലോ ഏതിലെങ്കിലും വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഒരല്പം ചൂട് പാൽ അതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ ആ കുങ്കുമപ്പൂവിലുള്ള കളറ് മൊത്തം നമുക്ക് ഇറങ്ങി കിട്ടും. ഏത് നമ്മൾ പായസത്തിനായിരുന്നാലും എപ്പോഴായിരുന്നാലും കുങ്കുമപ്പൂ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇപ്പം തന്നെ ആ കുങ്കുമപ്പൂവിലുള്ള കളറ് മൊത്തം നമുക്ക് ഇറങ്ങി കിട്ടി. അപ്പം ഇനി എപ്പോഴായിരുന്നാലും കുങ്കുമപ്പൂ ഉപയോഗിക്കുമ്പം ഇങ്ങനെ തന്നെ ഉപയോഗിക്കണേ. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന ഐറ്റം എല്ലാം പാലിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ ഡേറ്റ്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ മധുരത്തിനായിട്ട് എടുത്ത ഐറ്റമാണ്. അത് നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി ഞാൻ എടുത്തു വെച്ചിരുന്ന നട്ട്സ് എന്ന് പറയുന്നത് ബദാമും സൺഫ്ലവർ സീഡുമാണ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ അടുത്ത് ഉള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം. കാഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം, ബദാം മാത്രമേ ഉള്ളെങ്കിൽ അതിട്ട് കൊടുക്കാം, പിസ്ത ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഏത് നട്ട്സാണ് ഉള്ളതെന്ന് വെച്ചാൽ അതിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ആ മഖാന ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ആ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന കുങ്കുമപ്പൂവില്ലേ, ഇതാ കണ്ടോ, അതിൻ്റെ കളറ് മൊത്തം നമുക്ക് ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. ഫ്ലേവറിനായിട്ടൊരല്പം ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മളിതൊരു 1/2 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ്. അതിനുശേഷം നമ്മളിത് അരച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് പാലിൻ്റെ അളവ് നമ്മൾ നോക്കിയും കണ്ടും അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ നല്ലതുപോലെ അത് കട്ടിയായി പോകുന്നത് കണ്ടാൽ ഒരല്പം കൂടെ പാൽ ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കും. ഒരു ക്രീമി പരുവത്തിൽ, നമുക്കറിയാമല്ലോ ഐസ്ക്രീമിൻ്റെയൊക്കെ ഒരു പരുവം അറിയാമല്ലോ, ആ ക്രീമി പരുവത്തിലേക്ക് അല്പം കൂടെ പാൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്ത് അരച്ചെടുത്താൽ മതി കേട്ടോ. ഇത് ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞു. നമ്മൾ സോക്ക് ചെയ്യാൻ ഇട്ടിരുന്നതെല്ലാം നല്ല സോക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ട് വരാം. നോക്കിയും കണ്ടും പാലൊക്കെ ഒഴിച്ചു കൊടുത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കണേ. ഇപ്പോൾ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഡേറ്റ്സ് ഇട്ട് കൊടുത്തത് കൊണ്ട് ഡേറ്റ്സിൻ്റെ കളറൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ കുങ്കുമപ്പൂവിൻ്റെ കളറിൻ്റെ കൂടെ ഡേറ്റ്സിൻ്റെ കളറും കൂടെ ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഫ്രൂട്ട്സ് സ്ട്രോബെറിയും ആപ്പിളും മാതുളവുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം. ബനാന ഉണ്ടെങ്കിൽ ബനാനയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തപ്പോഴത്തേക്ക് നല്ല അടിപൊളി മഖാന ഫ്രൂട്ട് കസ്റ്റാർഡ് റെഡിയാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് കയ്യിൽ ജെല്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മേലിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാനാണെങ്കിൽ ഇപ്പം തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പ് ശരിയാകാത്തവർക്കാണെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം. അല്ലെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കഴിച്ചാൽ ഭയങ്കര അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു കംപ്ലീറ്റ് ഹെൽത്തി വേർഷനിൽ തയ്യാറാക്കിയ ഒരു ഫ്രൂട്ട് കസ്റ്റാർഡ് ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കസ്റ്റാർഡാണ്. ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതെന്ന് അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഹാവ് എ ഗുഡ് ഡേ. ബൈ.